അവിടെ സുമ്മർജിയിൽ ബസ്ര വീണ്ടും ദൃഷ്ടിയെ നീ മടക്കുക കറത്തൈൻ ആവർത്തിച്ച് യൻഖലിബ് ഇലൈക്കൽ ബസർ യൻഖലിബ് ഈ ഇർജി എന്നുള്ളതിൻ്റെ ജവാബ് യൻഖലിബ് മടങ്ങും ഇർജി എന്ന അർത്ഥത്തിൽ യൻഖലിബ് മടങ്ങും ഇലൈക്ക നിന്നിലേക്ക് അൽ ബസർ ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങും. എങ്ങനെ മടങ്ങും? ഖാസിയൻ ഖായിബൻ എന്നാണ് നിരാശപ്പെട്ട് ഖായിബൻ. വഹുവ ഹസീർ ഹസീർ എന്ന് പറഞ്ഞാൽ അവിടെ കലീൽ എന്നർത്ഥം. കലീൽ ഹസീർ എന്ന് പറഞ്ഞാൽ കലീൽ ക്ഷീണിച്ച് അവശമായി. ഹുവ ഹസീറുൻ ഇവിടെ വാവുൽ ഹാൽ വഹുവ ഹസീർ അത് ക്ഷീണിച്ച് അവശമായ നിലയിൽ അത് അഥവാ ദൃഷ്ടി ക്ഷീണിച്ച് അവശമായ നിലയിൽ നിരാശയമായി അത് മടങ്ങും എന്നുള്ളത്. യൻഖലിബ് എന്ന് പറഞ്ഞാൽ മടങ്ങും. ഇർജി വൈദൻഖലബു ഇലാ അഹ്ലിഹിം ഇൻഖലബു ഫകിഹീൻ വൈദൻഖലബു ഇലാ അഹ്ലിഹിം അവരവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിയാൽ ഇൻഖലബു ഫകിഹീൻ എന്നാണ് അല്ലേ. അതോടെ പിന്നെ ഇൻഖലബ് പറഞ്ഞാൽ മടങ്ങുക എന്നർത്ഥം. അതേ പ്രയോഗമാണ് യൻഖലിബ് ഇലൈക്കൽ ബസർ ദൃഷ്ടി നിന്നിലേക്ക് മടങ്ങും. ഖാസിയൻ നിരാശാജനകമായി വഹുവ ഹസീർ അത് ക്ഷീണിച്ച് അവശമായ അവസ്ഥയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പിന്നെ ശൈലിയിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിപ്പും ഏറ്റവും ബൃഹത്തായ സൃഷ്ടിപ്പാണിത് ഈ ആകാശം. അതാണ് ഏറ്റവും വലിയ സൃഷ്ടിപ്പ്. ആ ഒരു സൃഷ്ടിപ്പ് എത്ര താളാത്മകമായി, എത്ര കണിശമായി, കൃത്യമായി അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്താണ്. അതാദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിച്ചു. പിന്നെ പ്രസ്താവനയിൽ പരിമിതപ്പെടേണ്ട, പിന്നെയോ നോക്കി പലതവണ നോക്കി വീണ്ടും നോക്കി ഇത് ഉറപ്പിക്കാം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് മനുഷ്യന്മാരുടെ ഒരു കാര്യം മനുഷ്യന്മാർ സ്ഥിരീകരിക്കുക അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ഒരു പ്രത്യേകതയാണെന്ത് ഇങ്ങനെ അതിനെ പലതവണ അന്വേഷിച്ച് പലതവണ നോക്കിയിട്ട് ഉറപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ഉറപ്പിക്കാൻ പറയാണ്. ഏതായാലും ഇவ்விധം ഉള്ള ഒരു വാനം അതിനെ സൃഷ്ടിച്ചവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് അള്ളാഹുവിൻ്റെ കഴിവിനെ അതേപോലെ അള്ളാഹുവിൻ്റെ അധികാരത്തെ ഒക്കെ ബോധ്യപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ ഉണർത്തുകയാണ്.